ഹായ് ഗേസ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. Hello, it's a fluency test today. Okay, നമുക്ക് കുറച്ച് വേർഡ്സ് കുറച്ച് സെൻറ്റൻസസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ വില്ല് യൂസ് ചെയ്യുന്നത് ഹാസ് ബീൻ, ഹാവ് ബീൻ, ഡിഡ്, ഡു, ഡസ് എല്ലാം നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒക്കെ പഠിക്കുന്നത് കൂട്ടത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ വേർഡ്സിന്റെ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത്. അങ്ങനെ ഇന്ന് നമുക്ക് ഇതേപോലെ കുറച്ച് സെൻറ്റൻസസ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള വേർബ്സും ഒക്കെ വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസസ് മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വിൽ സീ ദ ഫസ്റ്റ് വൺ. ഞാൻ ഇതുവരെ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടില്ല. അപ്പൊ പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉണ്ട്. ഹോംവർക്ക് നമുക്ക് ഹോംവർക്ക് എന്നതിന് പറയാം അല്ലെ. പൂർത്തിയാക്കുക അതിന്റെ വാക്ക് എന്താണ്? ഫിനിഷ് ആണ് അല്ലെ. പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ്. അപ്പൊ അവിടെ ഒരു നോട്ട് വരണം. ആ നോട്ട് ഞാൻ എന്ന് പറയുമ്പോൾ ഐ, ഞാൻ അതെപ്പോഴാണ്? അപ്പൊ ഞാൻ ഐ ആവുമ്പോ അത് ഹാവ് ആണ് അല്ലെ. അയ്യുദേവിക്ക് ഹാവ് ആണ്. അപ്പം ഹാവ് ഇതുവരെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടില്ല നെഗറ്റീവ് ആണ് സെന്റൻസ്. അപ്പം ഹാവിന്റെ പൂർത്തിയാക്കിയിട്ടില്ല നമ്മൾ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് യെറ്റ് എന്ന് പറയുന്ന വാക്ക് അവിടെ കണ്ട. ഇതുവരെ എന്ന് പറയുന്നതിനാണ് നമ്മൾ യെറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇതുവരെ എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ഐ ഹാവന്റ് ഫിനിഷ് മൈ ഹോംവർക്ക് യെറ്റ് എന്നാണ് പറയുക. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് നോക്കിക്കേ. അവൻ അവന്റെ താക്കോലുകൾ മറന്നിരിക്കുന്നു. അവന്റെ താക്കോലുകൾ. അപ്പം ഹി ഫോർഗോട്ട് കീസ് എന്ന് മാത്രം പോരാ, അവന്റെ. അപ്പൊ ഹിസ് കീസ്, അവന്റെ എന്ന് പറയുമ്പോൾ ഹിസ് കീസ് എന്ന് പറയുന്നത് ഹി ഫോർഗോട്ട് ഹിസ് കീസ്. ഓക്കെ, തേർഡ് വൺ. അവൾ ക്ലാസ് മുറിയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പാട്ട് പാടി കഴിഞ്ഞു. അപ്പം സാങ് ആണ്, V3 ഫോം ആണ് അല്ലെ. ഷി സാങ് എ സോങ് ഇൻ ദ ക്ലാസ് റൂം. ഷി സാങ് എ സോങ് ഇൻ ദ ക്ലാസ് റൂം. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ. അവൾ ഒരു പുതിയ കാർ വാങ്ങി. ബൈന്റെ V3 ഫോം ബോട്ട് ആണ്. അപ്പൊ വാങ്ങി കഴിഞ്ഞതാണ്. അപ്പം ഷി ബോട്ട് എ ന്യൂ കാർ. ഷി ബോട്ട് എ ന്യൂ കാർ. നെക്സ്റ്റ് വൺ, ഫിഫ്ത് വൺ. ഞാൻ ഫ്രഞ്ച് ഭാഷ പഠിച്ചു. ഫ്രഞ്ച് പഠിച്ചു എന്ന് പറഞ്ഞാലും മതി. ഫ്രഞ്ച് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഭാഷ ആണ് പഠിക്കുന്നത് അല്ലെ. അപ്പം ഐ ലേൺഡ് ഫ്രഞ്ച്. ഓക്കെ, നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ. സാമുവൽ ഇതുവരെ വന്നിട്ടില്ല. സാമുവൽ ഹാസൻ കം യെറ്റ്. ഇതുവരെ എന്ന് പറയുന്ന വാക്കിന് യെറ്റ് എന്നാ പറയാ, നമ്മൾ നേരത്തെയും പറഞ്ഞു അല്ലെ. സാമുവൽ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. അപ്പം ഹാസ് ആണ് വരിക. അപ്പം വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഹാസൻ കം യെറ്റ്. നെക്സ്റ്റ് വൺ, സെവൻത് വൺ. അവൻ തീരെ കോഴിയിറച്ചി കഴിച്ചിട്ടില്ല. ഹി ഹാസൻ ഈറ്റൻ ചിക്കൻ. എയ്ത്ത് വൺ. ഇന്ത്യ മത്സരത്തിൽ വിജയിച്ചു. വൺ ആണ്, വിന്നാണ്. നമുക്കറിയാം വിന്നായിരിക്കും ജയിക്കാൻ. ഇപ്പൊ വിജയിച്ചു കഴിഞ്ഞതിന്റെ വിന്നിന്റെ V3 ഫോം വൺ ആണ്. ഇപ്പൊ ഇന്ത്യ വൺ ദ മാച്ച്. എന്റെ അമ്മ രോഗിയാണ്, ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു. മൈ മദർ ഈസ് സിക്ക്, വി കോൾഡ് ദ ഡോക്ടർ. ടെൻത്ത് വൺ. അലക്സ് 2 വിദേശ ഭാഷകൾ പഠിച്ചിട്ടുണ്ട്. അലക്സ് ഹാസ് ലേൺഡ് 2 ഫോറിൻ ലാംഗ്വേജസ്. 11th വൺ. നിങ്ങൾ ഇംഗ്ലണ്ട് സന്ദർശിച്ചിട്ടുണ്ടോ? അവരുടെ ക്വസ്റ്റ്യൻ ആണ്. ഹാവ് യു വിസിറ്റഡ് ഇംഗ്ലണ്ട്? ഓക്കെ, ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.